ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ദ്രോണയും കൂടെ ഉള്ളൊരു ഡേ ഔട്ടാണ്. സൺഡേ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ അവണാകുഴിയിലെത്തി. അവണാകുഴിയിൽ ഇത് നമ്മൾ നേരത്തെ തൊട്ടേ തലമുടി കട്ട് ചെയ്യുന്നൊരു ഷോപ്പിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും നല്ല ക്രൗഡഡ് ആയിരുന്നേ. അപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഒന്ന് വന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിലിറങ്ങി. അതിനുശേഷം ബാലരാമപുരത്ത് പോയേ. ട്രെൻഡ്സിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ട്രെൻഡ്സിൽ ചെന്നപ്പോഴത്തേനും നമ്മൾ അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ടല്ലോ. പാർക്കിംഗ് ചെന്നപ്പോഴത്തേനും ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ച് ലിഫ്റ്റിൽ കുറേ നേരം നമ്മൾ പണിതുകൊണ്ട് നിന്ന്. പക്ഷേ ലിഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ കിടന്ന സ്റ്റെപ്പ് കയറുന്ന മുകളിൽ പോകാമെന്ന് വിചാരിച്ച് സൈഡിൽ കയറി ചെന്നപ്പോൾ അവിടെ ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. അങ്ങനെ നമ്മൾ സാധാരണ പോകുന്ന വഴി കൂടെ പോയി ട്രെൻഡ്സിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ എന്തോ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് വഴിയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രെൻഡ്സിൻ്റെ ബാലരാമപുരത്തെ ട്രെൻഡ്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതാണ് അവന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പാൻറ്. അപ്പോൾ കുറേ നേരം നമ്മൾ ഇട്ടൊക്കെ നോക്കി. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തേ. ഇത് കണ്ടോ, ബാലരാമപുരം തൊട്ട് ഇങ്ങ് വരെ നല്ല ബ്ലോക്കാണ്. ക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് അതിൻ്റെ ഘോഷയാത്ര പോകുന്നതാണ്. അപ്പോൾ വണ്ടിയൊക്കെ കുറേ ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്നാണ് വന്നത്. പിന്നെ തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറൽസിൽ പോയിട്ടുണ്ടായിരുന്നേ. കുട്ടികളുടെ തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാർലറൊന്നും ഒട്ടും റെക്കമെൻഡഡ് അല്ല. കാരണം ഹൈലി എക്സ്പെൻസീവ് ആണ്. അവൻ്റെ തലയിൽ അങ്ങനെ ഒരുപാട് വെട്ടിക്കളയാൻ മാത്രമുള്ള തലമുടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവർ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വെട്ടിയൊക്കെ തന്നു. നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു തന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് തലമുടി വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വന്നില്ല. അവിടെ തിരക്ക് കുറവായിരുന്നു. നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തലമുടിയൊക്കെ വെട്ടി നമുക്ക് ഈ വരുന്ന വെനസ്ഡേ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ദ്രോണ. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വാങ്ങി. ഇനി ഹെയർ കട്ട് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങാനായിട്ട് പോകണേ. അതപ്പോൾ നമ്മൾ ബാലരാമപുരത്ത് നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് നമ്മൾ കുറേ ടൈം ഇങ്ങനെ വെറുതെ വേസ്റ്റായി പോകത്തില്ലേ. എത്രയോ ആളുകൾ പോകുന്ന വഴിയാണ്. അവിടെ ഇങ്ങനെ വഴി നിറച്ചും എന്ന് വെച്ചാൽ ഒരു സ്കൂട്ടിക്ക് പോകാനുള്ള സ്ഥലം പോലും വിടാണ്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് വഴിയിൽ വയ്ക്കുന്നത്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും നമ്മൾ മീനാസ് ബേക്കറി കയറി. എന്നിട്ട് അവിടെ നിന്ന് ഒരു ജ്യൂസും ഒരു ഐസ്ക്രീമും കഴിച്ചു. അവിടെ എന്തോ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു LED TV-യിൽ ഇങ്ങനെ എപ്പോഴും ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അവിടുത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ. മറ്റേ ബബിൾ ടീ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബാലരാമപുരം വന്ന് ചിത്രയിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്കൊരു പാൻറ് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിത്രയിൽ കയറി ഒരു പാൻറ് മേടിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ കയറിയിട്ട് നമ്മൾ ചെരുപ്പ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇട്ടിട്ട് എളുപ്പം ഇട്ടുകൊണ്ട് ഓടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചെരുപ്പുകളാണ് നോക്കുന്നത്. എടുത്തിട്ടേക്കുന്നതെല്ലാം അങ്ങനത്തെയാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. താന്നിമൂട് ശ്രീദേവി ക്ഷേത്രത്തിൽ ലക്ഷദീപം ഉണ്ടായിരുന്നേ. അപ്പോൾ നിറയെ ദീപങ്ങൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു.